ഹായ് ഫ്രണ്ട്സ്, N4 നീഡിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സിംഗിൾ ക്രോഷ്യ ആയിരുന്നു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത് ഹാഫ് ഡബിൾ ക്രോഷ്യയാണ്. ഹാഫ് ഡബിൾ ക്രോഷ്യയുടെ പാറ്റേൺ വരുന്നത് ഇംഗ്ലീഷ് അക്ഷരം ടി ആണ് കേട്ടോ. കാണുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരം ടി പോലെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ഹാഫ് ഡബിൾ ക്രോഷ്യയുടെ ഷോർട്ട് ഫോം വരുന്നത് HDC എന്നായിരിക്കും. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. എന്താ, ഫൗണ്ടേഷൻ സ്റ്റിച്ച് ഓൾറെഡി ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഹുക്കിൽ ഓൾറെഡി ഒരു ലൂപ്പും ഉണ്ട്. ആദ്യം നമ്മൾ ലൂപ്പിൻ്റെ താഴെ നിന്നും 2 സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യുക. 2 സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്കായിരിക്കും ഹുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. സിംഗിൾ ക്രോഷ്യയ്ക്ക് നമ്മൾ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തു. HDCക്ക് വരുന്നത് 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ സ്റ്റിച്ചിലായിരിക്കും വർക്ക് ചെയ്ത് വരിക. ഹുക്ക് ഇൻസെർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഹുക്കിൽ ഇതേപോലെ യാൺ ചുറ്റി കൊടുക്കണം. ഇങ്ങനെ യാൺ ചുറ്റി കൊടുക്കുന്നതിനാണ് യാൺ ഓവർ എന്ന് പറയുക കേട്ടോ. ഇതേപോലെ യാൺ ഓവർ ചെയ്തു. യാൺ ഓവർ ചെയ്തിട്ട് ഈ യാണ് ഈ ഹുക്കിൽ നിന്നും വിട്ടു പോവാതിരിക്കാൻ നമുക്ക് ഈ ഒരു വിരൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് വേണമെങ്കിൽ പിടിച്ചു കൊടുക്കാം കേട്ടോ. പിടിച്ചു കൊടുത്തില്ല എന്നോർത്തിട്ടും കുഴപ്പമില്ല. പക്ഷെ ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. 1 2 2 ചെയിൻ സ്കിപ്പ് ചെയ്തു. മൂന്നാമത്തെ ചെയിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇട്ട് കൊടുക്കുക. യാൺ ഓവർ ചെയ്ത് ചെയിനിൻ്റെ ഉള്ളിലൂടെ യാണിനെ നമ്മൾ എന്ത് ചെയ്യുക, പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ ഹുക്കിൽ നമുക്ക് 3 ലൂപ്പ് ഉണ്ടാവും. ഒരു ലൂപ്പ് ഓൾറെഡി ഹുക്കിൽ ഉണ്ടായിരുന്നത്, ഒന്ന് നമ്മൾ യാൺ ഓവർ ചെയ്തത്, ഒന്ന് യാൺ ഓവർ ചെയ്ത് ചെയിനിൻ്റെ ഉള്ളിലൂടെ എടുത്തത്. അങ്ങനെ 3 ലൂപ്പ് ടോട്ടൽ ഉണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് യാൺ ഓവർ ചെയ്തിട്ട് ഈ 3 ലൂപ്പിൻ്റെയും ഉള്ളിലൂടെ യാണിനെ പുറത്തേക്ക് എടുക്കണം. ഒട്ടും ടൈറ്റ് ആക്കാണ്ട് വേണം ഹുക്കിൽ ലൂപ്പ് സൂക്ഷിക്കാൻ കേട്ടോ. ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും എന്ത് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഹുക്കിനെ ഇട്ട് കൊടുത്തു. യാൺ ഓവർ ചെയ്തിട്ട് ചെയിനിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, യാണിനെ എടുക്കുക. 3 ലൂപ്പ് കിട്ടും. ഈ 3 ലൂപ്പിൻ്റെയും ഉള്ളിലൂടെ ഒന്നിച്ചിട്ട് യാണിനെ പുറത്തേക്ക് എടുക്കുക. നമുക്ക് രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിനി എല്ലാ സ്റ്റിച്ചിലും ചെയ്തു കൊടുക്കുക. യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇട്ട് കൊടുത്തു. യാൺ ഓവർ ചെയ്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ചെയിനിൻ്റെ ഉള്ളിലൂടെ മാത്രം യാണിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. ഇനി ആ 3 ലൂപ്പിൻ്റെയും ഉള്ളിലൂടെ യാണിനെ പുറത്തേക്ക് എടുക്കുക. ഇതിനി റിപ്പീറ്റ് ചെയ്യുക. ബേസ് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വലിയ വലിയ പ്രൊജക്റ്റൊക്കെ ചെയ്യും കേട്ടോ. എല്ലാവരും കണ്ട് നോക്കുക. കണ്ടാൽ മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് വലിയ വലിയ പ്രൊജക്റ്റൊക്കെ വരുന്ന സമയത്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബേസ് കറക്റ്റ് ആയാലാണ് നമുക്ക് ബാക്കി എല്ലാം കറക്റ്റ് ആവുള്ളൂ കേട്ടോ. വിശദമായിട്ട് ആദ്യം പറഞ്ഞത് കൊണ്ടാണ് സ്പീഡിന് ചെയ്തു പോണത് കേട്ടോ. അക്രിലിക്കിൻ്റെ യാണ് വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും കൂടെ ഈസി ഉണ്ടാവും കേട്ടോ. പഠിക്കാനായിട്ട് നല്ല ഈസി ആയിരിക്കും. അക്രിലിക്കിൻ്റെ യാണ് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള യാണാണ്. പഠിക്കുന്നവർക്ക് എപ്പോഴും അതായിരിക്കും കേട്ടോ നല്ലത്. ഓക്കെ, നമ്മളിവിടെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് കിട്ടുക കേട്ടോ ഹാഫ് ഡബിൾ ക്രോഷ്യയുടെ. ഇത് ഫ്രണ്ട് സൈഡാണ്, ഇത് ബാക്ക് സൈഡ്. ഇതേപോലെ ഉണ്ടാവും. കണ്ടോ? എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് വരുന്നത് ഡബിൾ ക്രോഷ്യ ആയിരിക്കും. അപ്പോൾ സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ ഒക്കെ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.